വോളിബോൾ എന്ന കായിക വിനോദത്തിന്റെ പുത്തൻ അറിവുകളെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കാരണം മറിച്ച് നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബും ഞങ്ങൾക്ക് വലിയ അംഗീകാരങ്ങളായിരിക്കും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വോളി വ്ലോഗർ. പടിഞ്ഞാറ് അറബിക്കടലിനാലും തെക്ക് മഹാസമുദ്രങ്ങളാലും കിഴക്ക് ബംഗാൾ ഉൾക്കടലുകളാലും വടക്ക് ഹിമാലയ സാനുക്കളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ വോളിബോൾ എന്ന കായിക വിനോദത്തെ പറ്റി പറയുമ്പോൾ ഉയരുന്ന ഒരേ ഒരു പേര്, അലറിയടിക്കുന്ന തിരമാലകളും ആർത്തിരമ്പുന്ന കാറ്റും ശബ്ദപേരി മുഴക്കുന്ന ഇടിനാദങ്ങളും ഭീതി ഉണർത്തുന്ന മിന്നൽ പിളർപ്പുകളെയും ഭേദിച്ച് തന്റെ വിജയപാതയിൽ തനിക്ക് തടസ്സമായി നിന്ന കള്ളിമുൾ ചെടികളെ ചാടിക്കടന്ന് ലോക വോളിയുടെ നെറുകയിലേക്ക് എത്തി അവിടെ നിന്നും ഒരു നവംബർ മാസം നമ്മോട് വിട പറഞ്ഞെങ്കിലും കാലം എത്ര പറിച്ചു മാറ്റാൻ ശ്രമിച്ചാലും മായാത്ത മഴവില്ലായി മിന്നിത്തിളങ്ങുന്ന ഇന്ത്യൻ വോളിയുടെ ഒരേ ഒരു ദൈവം. യെസ് ഗൈസ്, he is Mr. Jimmy George, who is also known as God of Indian Volley. So guys, you are watching Fawaz Bashir and this is the story of Jimmy George. 10ാം നമ്പർ ജേഴ്സി എന്ന് കേൾക്കുമ്പോൾ കായിക പ്രേമികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന 3 പേരുകളുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കറെങ്കിൽ, ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയനെങ്കിൽ, ഇന്ത്യൻ വോളിബോളിന് മുണ്ടൊരു ദൈവം അത് ജിമ്മി ജോർജ് തന്നെയാണെന്ന് കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നമുക്ക് തെളിയിച്ചു തന്നിരുന്നു. അന്നും ഇന്നും എന്നും ഇന്ത്യയിൽ വോളിബോളിന്റെ സ്റ്റേഡിയങ്ങൾ ഉയരുമ്പോൾ പിറവിയെടുക്കുന്ന സ്മാഷുകൾക്ക് അനുസ്മരിക്കാൻ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കാഴ്ചവെച്ച സ്മാഷുകൾ മാത്രം മതിയായിരുന്നു. ജിമ്മി ജോർജിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഗെയിം പ്ലേയിലൂടെ കാണാം. ഇത് ഇന്ത്യൻ വോളിയുടെ എക്കാലത്തെയും മികച്ച പ്ലെയർ ജിമ്മി ജോർജ് 1955 മാർച്ച് 8 കണ്ണൂർ ജില്ലയിലെ പേരാവൂർ എന്ന സ്ഥലത്ത് അഡ്വക്കേറ്റായിരുന്ന ജോർജ് ജോസഫ് സാറിൻ്റെയും മേരി ജോർജിൻ്റെയും 10 മക്കളിൽ രണ്ടാമനായിട്ടായിരുന്നു അദ്ദേഹം ജനിക്കുന്നത്. ദൈവത്തിൻ്റെ വരദാനം പോലെ വോളിബോളിൽ അസാമാന്യ കഴിവുകളുമായിട്ടായിരുന്നു അദ്ദേഹം ജനിക്കുന്നത്. ഒട്ടും വൈകാതെ തന്നെ ആ കഴിവുകൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിൽ അസാമാന്യ ചാട്ടവും അതിനൊത്ത എയറിസ്റ്റും ഉൾപ്പെട്ടിരുന്നു. അതായത് ഒരു നിമിഷത്തിൻ്റെ 1000-ൽ 1 അംശം അദ്ദേഹം വായുവിൽ ചിലവഴിക്കുമായിരുന്നു. അദ്ദേഹം സ്കൂളിലേക്ക് പോകുന്ന കാലങ്ങളിൽ സ്കൂളിലേക്ക് പോകും വഴിയിലുണ്ടായിരുന്ന മരങ്ങളുടെ ഇലകളെ ബോളാണെന്ന് സങ്കല്പിച്ച് ചാടി അടിച്ചായിരുന്നു പോകാറുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെയാണ് പേരാവൂർ നിവാസികൾക്ക് ഒരു ദുഃഖവാർത്ത വിരുന്നെത്തുന്നത്. തങ്ങളുടെ പൂർവികരാൽ തങ്ങൾക്ക് കൈമാറി വന്ന നാട്ടിൻപുറത്തെ പെരുമകൾ പാടുന്ന തങ്ങളുടെ ഗ്രൗണ്ട് തങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോകുകയാണ്. കാരണം ആ കോർട്ട് നിന്നിരുന്നത് പള്ളിവക സ്ഥലത്തായിരുന്നു. ആ പള്ളിയിൽ പുതുതായി വന്ന അച്ഛന് പള്ളിയുടെ മുമ്പിലെ ആ കളി ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം അതിനോട് നീരസം പ്രകടിപ്പിക്കുകയും കൂടാതെ ഇനി മേലിൽ പള്ളിക്ക് മുമ്പിൽ കളി തുടരാൻ പാടില്ല എന്ന് തറപ്പിച്ച് പറയുകയും ചെയ്തു. അതിന് ഒരു ഉപാധിയായി നാട്ടുകാർ ഓടിയെത്തിയത് ജോർജ് ജോസഫ് സാറിൻ്റെ അടുത്തേക്കായിരുന്നു. സർ അച്ഛനെ കണ്ട് കഴിയും വിധം സംസാരിച്ചെങ്കിലും അച്ഛൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ആ സമയത്താണ് മറ്റൊരു കോർട്ട് എന്ന ആശയം ഉടലെടുക്കുന്നത്. പക്ഷേ അത് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം കളിക്കാൻ ഏകദേശം 10 സെന്റ് സ്ഥലത്തോളം വേണ്ടിവരും. അത് വിട്ടുതരാൻ ആരും അങ്ങനെ പെട്ടെന്ന് തയ്യാറായെന്ന് വരില്ല. അവിടെയും ദൈവം ആ നാട്ടുകാരെ കൈവിട്ടില്ല. ദൈവത്തിന്റെ പുസ്തകത്തിൽ അവിടെ നിന്നും ഒരു അതുല്യ പ്രതിഭ ജന്മം കൊള്ളാൻ സമയം ആഗതമായി കഴിഞ്ഞിരുന്നു. അന്ന് ഒട്ടും അമാന്തിക്കാതെയാണ് ജോർജ് ജോസഫ് സാർ കളിക്കാരെയും കൂട്ടി തന്റെ കുടുംബ സ്വത്തായി തനിക്ക് കിട്ടിയ പറമ്പിലേക്ക് എത്തുന്നത്. അവിടെ ഉണ്ടായിരുന്ന നല്ല വിളകൾ ലഭിച്ചിരുന്ന തെങ്ങുകളും മരങ്ങളും വെട്ടിമാറ്റി അവിടെ ഒരു കോർട്ട് നിർമ്മിച്ചു. അതു കണ്ട നാട്ടുകാരിൽ ചിലർ അദ്ദേഹത്തെ കളിയാക്കി. പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ലാതെ 10 സെന്റോളം ഭൂമി നശിപ്പിച്ചു എന്നായിരുന്നു പരാതി. എന്നാൽ അതിനു പകരമായി തന്റെ 10 മക്കളെയും അദ്ദേഹം കളത്തിലിറങ്ങി. അന്ന് ആ കളത്തിലിറങ്ങിയത് ഇന്ത്യൻ വോളിയിൽ വീരഗാഥകൾ രചിച്ച ഇതിഹാസ താരങ്ങളായിരുന്നു. എന്നാൽ തന്റെ മക്കൾ എന്നതിന് യാതൊരു പരിഗണനകളും അവർക്ക് നൽകിയിരുന്നില്ല. എല്ലാവരും തന്നെ ആദ്യ കാലങ്ങളിൽ പന്ത് പിറക്കിക്കൊടുത്തും മറ്റുമാണ് കോർട്ടിൽ നിന്നിരുന്നത്. അതിൽ ജിമ്മി ജോർജും ഉൾപ്പെട്ടിരുന്നു. പിന്നീട് പതിയെ അവർക്കും അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി. ആദ്യം ബാക്ക് കോർട്ടുകളിലും കളിച്ചും പിന്നീട് അവസരങ്ങൾ വരുന്നതിനനുസരിച്ച് അവരുടെ പൊസിഷനുകളിലും മാറ്റം വന്നു. പതിയെ ഫ്രണ്ട് കോർട്ടിലേക്കും സ്മാഷിലേക്കും കടന്നു വന്നു. പണ്ട് മുതലേ മരങ്ങളിൽ ചാടിയടിച്ച് അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവ് ലഭിച്ചിരുന്നു. അത് പെട്ടെന്ന് തന്നെ കോർട്ടിൽ പ്രതിഫലിക്കുകയും അത് മുഖേന പല നേട്ടങ്ങൾ കൈവരിക്കാനും കാരണമായി. പിന്നീട് 1970 കാലിക്കറ്റ് സർവകലാശാലയിൽ അഡ്മിഷൻ എടുക്കാനും പഠനവും കളിയും ഒപ്പം കൊണ്ടുപോകാനും തീരുമാനിച്ചു. തുടർന്ന് പ്രാക്ടീസുകളുടെ പരിണിത ഫലമായി 1971 സംസ്ഥാന വോളിബോൾ ടീമിലേക്ക് ഇടം പിടിച്ചു. അവിടെ നിന്നും തന്റെ വിജയഗാഥകൾക്ക് തുടക്കം കുറിച്ചു. വോളിബോളിൽ മാത്രമായിരുന്നില്ല അദ്ദേഹം തിളങ്ങിയിരുന്നത്. 1971-72 കാലഘട്ടങ്ങളിൽ
കാലിക്കറ്റ് സർവകലാശാലയുടെ നീന്തൽ ചാമ്പ്യനും അതോടൊപ്പം ബ്ലൈൻഡ് ചെസ് എന്ന ഗെയിമിൽ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചു. തുടർന്ന് 1973 കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും കേരള സർവകലാശാലയിലേക്ക് എത്തി അദ്ദേഹം തന്റെ പ്രകടനങ്ങൾക്ക് മാറ്റുകൂട്ടി. ആ പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ 19-ാം വയസ്സിൽ തെഹ്റ ഏഷ്യൻ ഗെയിംസിൽ ടീമിലേക്ക് എത്തിപ്പെടാൻ കാരണമാക്കി. അന്ന് ആ ഏഷ്യൻ ഗെയിംസിൽ ജിമ്മി ജോർജ് എന്ന അതുല്യ പ്രതിഭയുടെ പേര് ആർപ്പ് വിളികളോടെയും ഹർഷാരവങ്ങളോടെയും ഉയർന്നു പൊങ്ങി. ആ അത്ഭുത പ്രതിഭയെ അമ്പരപ്പോടെ ലോക വോളിബോൾ നോക്കിക്കൊണ്ടു. അവിടെ നിന്നും തന്റെ പ്രയാണങ്ങൾക്ക് മാറ്റുകൂട്ടാൻ 1975 കേരളത്തിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കും ചുവടുവെച്ചു. അംഗീകാരങ്ങൾ ലഭിക്കും തോറും അഹങ്കരിക്കാതെ അദ്ദേഹം വോളിബോളിനെ തന്റെ പ്രാണവായുവാക്കി മാറ്റിക്കൊണ്ടേയിരുന്നു. ഇനി വോളിബോൾ ഇല്ലാതെ തനിക്കൊരു ജീവിതമില്ല എന്ന് മനസ്സിലാക്കിയ ജിമ്മി ജോർജ് 1976 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഠനം അവസാനിപ്പിച്ച് കേരളക്കരയുടെ കരുത്തരിൽ കരുത്തരായ കേരളത്തിന്റെ രക്ഷാകവചമായ കേരള പോലീസിന്റെ ടീമിലേക്ക് എത്തിപ്പെടാൻ തീരുമാനിച്ചു. ആ സമയത്താണ് അർജുന അവാർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും പ്രായം കുറഞ്ഞ അർജുന അവാർഡ് ജേതാവ് എന്ന പട്ടവുമായി ജിമ്മി ജോർജ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. അങ്ങനെ 1976 അദ്ദേഹം അർജുന അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ അവിടെ പുനർജനിച്ചത് വോളിബോൾ എന്ന കായിക വിനോദമായിരുന്നു. പിന്നീട് 1978 ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിന്റെ അറ്റോമിക് ചോയ്സായി മാറിയ അദ്ദേഹം കാഴ്ചവെച്ച കളിമികവ് ഇന്നും ലോക വോളിയിൽ തിരുത്തിക്കുറിക്കാത്ത അധ്യായമാണ്. അതിനുശേഷം 3 കൊല്ലത്തോളം അവധിയെടുത്ത് അദ്ദേഹം അബുദാബി സ്പോർട്സ് ക്ലബിന്റെ അംഗമായി. ആ കാലഘട്ടങ്ങളിൽ ലോക വോളിയിലെ ഏറ്റവും മികച്ച 10 അറ്റാക്കർമാരിൽ ഈ കൊച്ചു കേരളത്തിന്റെ മണിമുത്തും ഇന്ത്യൻ വോളിയുടെ ഇതിഹാസ താരമായ ജിമ്മി ജോർജും ഉണ്ടായിരുന്നു. അബുദാബി സ്പോർട്സ് ക്ലബിൽ അംഗമായിരിക്കുമ്പോഴും തന്റെ ജന്മനാടിനെയും തന്റെ ക്ലബിനെയും തന്റെ കേരള പോലീസ് ടീമിനെയും മറക്കാതെ നിരവധി മത്സരങ്ങളിൽ അവിടെ നിന്നും എത്തി മഹാവിജയങ്ങൾ കൊയ്തെടുത്തു. കളിച്ച കളികളിലെല്ലാം ആരെയും അമ്പരപ്പിക്കുന്ന ഫോമിൽ തുടരുന്ന ജിമ്മയുടെ കളി മികവാണ് 1982 ഇറ്റലിയിലെ വോളി ലീഗിലേക്ക് എത്തിപ്പെടാൻ കാരണമാക്കിയത്. അവിടെ ജിമ്മി ജോർജ് എന്ന ഇതിഹാസ താരത്തെ കാത്തിരുന്നത് ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ ഒരു ദേവന്റെ പേരായിരുന്നു. അതിർത്തികളുടെയും അവ കാക്കുന്നവരുടെയും ആട്ടിടയന്മാരുടെയും കന്നുകാലികളെ മേയ്ക്കുന്നവരുടെയും സംരക്ഷകനായിരുന്നു ആ ദേവൻ. ചിറകുകളുള്ള ചെരുപ്പുകളായിരുന്നു ആ ദേവന്റെ പ്രത്യേകത. ആ ദേവനെ പോലെ തന്നെ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി സ്മാഷുകൾ പായിക്കുന്നതിനാലാകും ലോകവോളി ഒന്നായി ഒരേ സ്വരത്തിൽ ലോകവോളിയിലെ ഹെർമിക് ദേവൻ എന്ന് ഓമന പേരിട്ട് വിളിക്കാൻ കാരണമാക്കിയത്. തുടർന്ന് നടന്ന 1986 സോളോ ഏഷ്യാഡിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ നേടാനായതിൽ ആ ഉശിരൻ ജൻപാൻ സർവീസുകൾക്കും മിന്നൽ കണക്കെയുള്ള സ്മാഷുകൾക്കും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവിടെ നിന്നും 1987 മാർച്ച് 26 അദ്ദേഹത്തിന്റെ നാട്ടുകാരുടെ അതിയായ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പുകളോടൊപ്പമുള്ള ഒരു ടൂർണമെന്റ്. അതിൽ പങ്കെടുക്കാനെത്തുകയും അവിടെ താൻ പഠിച്ച പന്തുകളിയുടെ മാസ്മരിക വിദ്യകൾ പ്രകടിപ്പിച്ചപ്പോൾ ആ അത്ഭുത പ്രതിഭയെ അമ്പരപ്പോടെയാണ് നാട്ടുകാർ നോക്കിക്കണ്ടത്. ജിമ്മി ജോർജിൽ ഉണ്ടായ മാറ്റം അവരെ അത്ഭുതപ്പെടുത്തി. പണ്ട് മണ്ടത്തരം കാട്ടി എന്ന് പറഞ്ഞ് ജോർജ് ജോസഫ് സാറിനെ കളിയാക്കിയവർ പോലും അദ്ദേഹത്തിന്റെ ആരാധകരായി മാറി. എന്നാൽ വിധിയുടെ വിളയാട്ട ഭൂമിയിൽ ആ ദിനവും വന്നെത്തി. ലോകവോളിയെ ഒന്നായി ഒരേ സ്വരത്തിൽ കരയിച്ച ദിനം. കാലത്തിന്റെ കവിൾത്തട്ടിലെ കണ്ണുനീർ തുള്ളികളെ കൊണ്ടുപോലും തേങ്ങിക്കരയാൻ പഠിപ്പിച്ച ദിനം. 1987 നവംബർ 30 ഇറ്റലിയിൽ വെച്ചുണ്ടായ ഒരു കാർ അപകടത്തിൽ ഇന്ത്യൻ വോളിയിലെ ഇതിഹാസ നായകൻ നമ്മോട് വിട പറഞ്ഞു. എങ്കിലും മരണം എന്നത് ശരീരത്തിന് മാത്രമാണ്, ഓർമ്മകൾക്കല്ല. നിന്റെ ഓർമ്മകൾക്ക് ജീവിക്കാൻ ഇനിയും ഒരു ശരീരം ആവശ്യമല്ല. കാലങ്ങൾക്ക് മുമ്പ് നീ തന്ന ഓർമ്മകളാണ് ഇനി നിന്റെ ജീവനും ജീവിതവും. ഈ ഭൂമിയിലെ അവസാന ഹൃദയത്തുടിപ്പ് നിലനിൽക്കും വരെയും നിന്റെ പേരും കീർത്തിയും വാഴ്ത്താതെ ഇനിയൊരു സ്റ്റേഡിയമോ ഒരു കളിസ്ഥലമോ ഇവിടെ പിറവിയെടുക്കില്ല. ഭീരുക്കൾ പലതവണ മരിക്കുന്നു, ധീരന്മാർ ഒരേ ഒരു പ്രാവശ്യവും. വാക്കുകൾ എന്റേതല്ല, കവിയും എഴുത്തുകാരനും അഭിനേതാവുമായ വില്യം ഷേക്സ്പിയറുടേതാണ്. സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അതിനുവേണ്ടി പ്രയത്നിക്കാത്ത ജീവിതം മരണതുല്യമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക. അപ്പോഴാണ് ഏത് വലിയ പ്രതിസന്ധികളും ചെറിയ പ്രതിസന്ധികളായി മാറുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുടെ കാണുന്നവരെയും ഗുഡ് ബൈ.